അദ്ദേഹത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ പുത്രൻ. പക്ഷെ അയാളുടെ റോൾ എന്ന് പറയുന്നത് പ്രവാചകനേക്കാളും ദൈവത്തെക്കാളും മുകളിലാണ്. കാരണം ഇപ്പോൾ എന്റെ പേഴ്സണൽ ഉദാഹരണം, ഞാൻ വീട്ടില് ഇടയ്ക്ക് സമയത്ത് ഒരു ഡിഗ്രി സമയമൊക്കെ ആയപ്പോൾ ദൈവവിശ്വാസം പോലും പോയായിരുന്നു. അപ്പൊ ഞാൻ ദൈവം ഇല്ല അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് ഓരോ ക്ലാസ്സിൽ കേൾക്കുന്നത്, സയൻസ് ഒക്കെ പഠിച്ചിട്ട് അത് നമുക്ക് പ്രൂഫ് ഒന്നും ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് വിട്ടൊന്നുമില്ല, അതാണ് എന്റെ ഇഷ്ടം നടന്നത്. ഇതേ സാധനം ഷേഖിന്റെ അടുത്ത് ഈ പറഞ്ഞ പ്രവാചകനെ കുറിച്ച് ഞാൻ വാക്ക് പറഞ്ഞപ്പോൾ മോന്ത കടിക്കുന്നതാണ്. അതായത് അവർക്ക് ഈ ഒരു ആളെ ദൈവത്തിനേക്കാൾ മുകളിലായിട്ട് അവരായിട്ടുണ്ട്. ഈ പറഞ്ഞ ആള് നാളെ മരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ള ഒരു വിഭാഗം ആൾക്കാർ അതിനകത്തുണ്ട്. അവരാണ് ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എതിർക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നവരായിട്ടുള്ളവരെ ഈ ഭ്രഷ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചുമ്മാ തള്ളി കണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രി സമയത്തൊക്കെയാണ് ഈ മലപ്പുറമായിരുന്നു സ്വദേശം. ഈ വ്യക്തിയുടെ വീടിന്റെ അടുത്തായിരുന്നു. പ്ലസ് ടു വരെ അതിനകത്തൊരു അംഗമായിട്ട് നിൽക്കുമായിരുന്നു. ഡിഗ്രി ഒക്കെ ആയി പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ സമയത്ത് ഞാൻ വീട്ടിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. പ്രസിഡന്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഒരു നിയമത്തിനും ഇതാക്കുന്ന നിയമങ്ങൾ. താടി എടുക്കാൻ പാടില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് സ്മാർട്ട് ഫോണിൽ ടച്ച് ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നത്. ഡിഗ്രിക്ക് വേണ്ടി പഠിക്കാൻ ആവശ്യങ്ങളൊക്കെ സ്മാർട്ട് ഫോൺ വെച്ച് പറഞ്ഞു, കല്യാണം കഴിക്കാതെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല, യുവാക്കൾ വഴി കിട്ടുന്ന പറഞ്ഞു. അതായത് അതിനൊരു ഉദാഹരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയകളൊക്കെ ആക്റ്റീവായി തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള മണ്ടൻ ആചാരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ കേൾക്കുന്നത് ഭയങ്കര പേടിക്കുന്നുണ്ട്. പുറത്തു പോയിട്ട് വിദ്യാഭ്യാസത്തിന് ഭയങ്കരമായിട്ട് അവർ പേടിക്കുന്നുണ്ട്. ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായി, മദ്രസയിൽ എന്നെ സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ ആശയങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ മദ്രസയിലൊക്കെ വിളിപ്പിച്ച് പറഞ്ഞത്, കൈയും കാലും പറ്റും, നീ വിശ്വസിക്കുന്നതിനും വേണ്ട, നിന്നെ വീട്ടിൽ പുറത്താക്കിക്കോളാം, പക്ഷെ നിങ്ങൾ ഇതിന്റെ കൂടെയുള്ള സംപ്രായക്കാരായിട്ടുള്ള വിശ്വാസികളെടുത്ത് ഇത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിന്നെ എന്തായാലും കൈകാര്യം ചെയ്യുന്നതാണ്, ഉറപ്പാന്ന് പറഞ്ഞത്, ആരും നോക്കില്ലെന്നാണ്. ഈ പറഞ്ഞ ഭീഷണി എന്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് വേണ്ടപ്പെട്ടെന്ന് വിചാരിച്ച ആൾക്കാരാണ്. അതായത് ആ സമയത്താണ് ഇതിന്റെ മറ്റുള്ളിലുള്ള വേറൊരു മുഖം നമ്മൾ കണ്ടത്. അങ്ങനെ നിരന്തരമായിട്ട് ഞാൻ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയ ചർച്ചകളും കാണുകളും കേട്ടു, മറ്റുള്ള കമ്മ്യൂണിറ്റിയോട് ബന്ധപ്പെടാൻ തുടങ്ങി, ഇതിനകത്തുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇതിനകത്ത് ചോദ്യം ചോദിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഈ പറഞ്ഞ ഷാഹുൽ ഹമീദ് തങ്ങൾ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാമൊഴികൾ അലിഖിത നിയമങ്ങളാണ്. അത് എന്തു തന്നെ ഇവിടെ പുള്ളി നന്നായി സിഗരറ്റ് വലിച്ചിരുന്നതാണ്. നിങ്ങളൊക്കെ പറയാം, നിങ്ങളൊക്കെ ഗൾഫിൽ ഇഷ്ടം പോലെ സിഗരറ്റ് വിളിക്കൊണ്ടിരുന്നതാണ്. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ 2004, 2005 ഘട്ടത്തിൽ കഴിയുമ്പോൾ പുള്ളി ഒരു വിഷയത്തിൽ സിഗരറ്റ് വലിക്കണ്ട എന്ന് തോന്നി പുള്ളി നിർത്തി. അടുത്ത ദിവസം മുതൽ നിയമമാക്കി സിഗരറ്റ് വലിക്കാൻ പാടില്ല. ഇതേ സിഗരറ്റ് വലിക്കാൻ പാടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പുള്ളി നിർത്താൻ പറ്റിയപ്പോൾ എല്ലാവരും നിർത്തിയാൻ പറ്റിക്കൊള്ളുന്നില്ല. എൻ്റെ ഒരു കുടുംബത്തിൽ വീട്ടിൽ നേരിട്ട് ഞാൻ അനുഭവം പറയുകയാണെങ്കിൽ 1.5 വർഷത്തോളാണ് പുള്ളി ആ ഷെയ്ഖിന്റെ വീടിന്റെ ഗേറ്റിൽ പോയിരുന്നത് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട്. സിഗരറ്റ് വലിച്ചു എന്ന കുറ്റത്തിന് അദ്ദേഹത്തിന് ഭ്രഷ്ട് കഴിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കയറ്റാണ്ട്, അല്ലെങ്കിൽ സ്വന്തം മക്കൾ മുഖത്ത് പോലും നോക്കാത്ത അവസ്ഥ, സംസാരിക്കാത്ത അവസ്ഥയായിട്ട് അത്തരത്തിലാണ് നിയമങ്ങൾ വരുന്നത്. സാധാ സിഗരറ്റ് ഒന്നല്ല വലിച്ചിരുന്നത്, മാൽബോറോ റെഡ്, മാൽബോറോ റെഡിന്റെ ഇതിൽ നിങ്ങൾ എന്ത് പരാതി കൊടുത്താലും ഇപ്പൊ അവിടെ ഇവരെ ഇതിന്റെ കുറച്ചു കാലം മുമ്പ് ഈ സംഘടന അങ്ങനെ